ഹായ് ഫ്രണ്ട്സ്, സുജീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കപ്പ കുത്തിക്കാച്ചിയതാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. എൻ്റെ അച്ഛനാ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് തന്നതേ. അപ്പോൾ അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കാം. നന്നായിട്ട് കഴുകി നമുക്ക് വേവിക്കാൻ വെക്കണം. ഇതിൽ ഒരു കട്ടുണ്ടായിരിക്കും. കപ്പയ്ക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കളയാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് വെള്ളം ചൂടായ ശേഷം ആ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് വേണം പിന്നെ കപ്പ വേവിക്കാനായിട്ട് കേട്ടോ. ശ്രദ്ധിക്കുക. വെള്ളത്തിലേക്ക് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അത് കുക്കറിലിട്ട് നിർബന്ധമില്ല, നമുക്ക് ആ പാത്രത്തിൽ തന്നെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാലും മതി. പെട്ടെന്നാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഇടുന്നേ ഉള്ളൂ. ലേശം ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മറ്റു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ് കൂടുതൽ വേണ്ടിയിരുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇട്ട് കാച്ചുമ്പോഴാണ് അതിൻ്റെ ആ രുചി വരുന്നത് കൂടുതൽ. പിന്നെ ഒരു കുടം നമ്മുടെ വെളുത്തുള്ളി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി എന്തായാലും വേണം. ഇഞ്ചി ഞാൻ ഇടുന്നില്ല. ഇഞ്ചിക്ക് പകരം വെളുത്തുള്ളിയും ചെറിയുള്ളിയും സവാളയാണ് ചേർത്തുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് കറി ലീവ്സും പിന്നെ ചതമുളക്. ഞാൻ ചതമുളക് കുറച്ച് ഇവിടെ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ചതമുളകാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ഞാൻ പക്ഷേ എക്സ്ട്രാ ഇവിടെ മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കാച്ചുമ്പോഴാണ് ശരിക്കും ആ ഒരു രുചിയൊക്കെ വരുന്നത് കേട്ടോ, ടേസ്റ്റൊക്കെ കൂടുതൽ വരുന്നത്. എണ്ണ ചൂടായതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. നമ്മുടെ വെളുത്തുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി ചതച്ചതും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊള്ളി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം മസാലയ്ക്കുള്ളത് മാത്രം ചേർത്തിയാൽ മതി. ശ്രദ്ധിക്കുക, ഉപ്പ് അധികമാവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ചതച്ച് വെച്ച് ചതമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഞാൻ അത് മാത്രമേ ചേർത്തുള്ളൂ. ഞാൻ എക്സ്ട്രാ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. നല്ലപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. കൊള്ളി എത്രയുണ്ടോ അതിനനുസരിച്ച് ഈ അളവുകൾ മാറുണ്ടോ. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ശരിക്കും കൊള്ളി കുത്തിക്കാച്ചാൽ കുറച്ച് എരിവ് വേണം, അപ്പോഴാണ് ആ രുചി കേട്ടോ, കൂടുതൽ രുചി ഉണ്ടായിരിക്കുക. നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളുടെ ഒക്കെ മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മളെ കുത്തിക്കാച്ചിയ തയ്യാറാക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് എന്താ പറയുക കൊള്ളിയിലൊക്കെ പിടിക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു രുചി നമുക്ക് വരുന്നത്. നമ്മുടെ വേവിച്ച് വെച്ച കൊള്ളി ആഡ് ചെയ്യാം. നല്ലപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല അടിപൊളി നാടൻ വിഭവമാണ് കൊള്ളി കുത്തിക്കാച്ചതെന്ന് പറഞ്ഞാൽ. കട്ടൻ ചായയും കൊള്ളി കുത്തിക്കാച്ചതും കൂടി കഴിച്ചാൽ പറയണ്ട, അത്ര രുചികരമാണ്. അതുകൂടാതെ നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാം, കൊള്ളി കുത്തിക്കാച്ചത് മാത്രം കഴിക്കാം. വളരെ രുചിയാണ്. കറി ലീവ്സ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ആ വേപ്പിലയുടെ മണമൊക്കെ ആ കൊള്ളിമേലൊക്കെ പിടിക്കണം. നമ്മുടെ നല്ല നാടൻ കൊള്ളി കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് പ്രചോദനമായി മാറുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്